ജാൻചേട്ടൻ തന്നെ ജാൻചേട്ടൻ ഒരു ഡയറക്ടർ ആക്ടറാണ്. ഡയറക്ടർ എന്ന് പറയുന്നത് അതുപോലെ ആവാൻ ശ്രമിച്ചില്ല, അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ആക്ടറാണെന്ന് പറഞ്ഞു. ഇവന്തോ വർഷങ്ങൾക്ക് ശേഷം പോലും ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ട്രോള് കിട്ടാത്ത ഒരേ ഒരു ആക്ടർ താങ്കളാന്ന് തോന്നുന്നു. ബാക്കി എല്ലാത്തും അത്യാവശ്യം അപ്പം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കഥാപാത്രം ചെയ്തത് ആ കഥാപാത്രത്തെ റീച്ച് ആവുകയും ചെയ്തു. അപ്പോൾ അതേപോലത്തെ കഥകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തീർത്ത് പോവുക അങ്ങനെ ഇതാണോ? അതുകൊണ്ട് കഥകൾ വരുന്നുണ്ടോ? ഈ പാർട്ട്നേഴ്സ് എന്ന കഥയിലെ കഥാപാത്രം അതുപോലത്തെ ഒരു കഥാപാത്രമാണ്. നമുക്ക് കിട്ടുന്ന ശ്രീനാഥൻ പറഞ്ഞ പോലെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അങ്ങനല്ലേ വല്ലപ്പോഴല്ലേ ഇങ്ങനെ അവസരങ്ങൾ ഇങ്ങനത്തെ അവസരങ്ങൾ ഇരിക്കുന്ന വെച്ചാൽ അവസരങ്ങൾ കൂടി വരുന്നു. അപ്പോൾ പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോൾ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ ഏതാന്ന് എനിക്ക് ആലോചിക്കണം. അപ്പൊ നമ്മള് അങ്ങനൊരു എനിക്ക് തോന്നില്ല നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻ പ്ലേയോ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഏട്ടന്റെ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ, അപ്പം കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളാ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊരു ആക്ടിങ് പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതുകൊണ്ട് അല്ലേ ബോണസ് എന്ത് കിട്ടിയാലും ബോണസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം ആഴ്ച വന്ന് പറയുന്നല്ലോ, അല്ലെങ്കിൽ ഇതേ കാര്യം ചോദിച്ചോണ്ടിരിക്കും. ഓരോ സ്ഥലത്ത് വരുമ്പോഴും എപ്പോഴും ചോദിക്കുന്നു. അപ്പം കിട്ടുന്നത് ഇപ്പൊ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ നവീൻ ചേട്ടൻ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഇതൊരു ഞാൻ ഇതിനെപ്പറ്റി ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം. അപ്പൊ ഇതിനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനൊരു സാധനം കഥയായിട്ട് വരുവാണ്, സിനിമയായിട്ട് വരുവാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നവീൻ ചേട്ടൻ ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത്. ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നവീൻ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ്, ഒരു സിനിമക്ക് ഒരു പേർപ്പസ് ഉണ്ടാവും. എന്താണ് ഈ സിനിമ കൊണ്ട് നവീൻ ഉദ്ദേശിക്കുന്നത് അത് ആ കാര്യം ഇത് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ പേർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ നേരത്തെ പറഞ്ഞ പോലെ മണി ഈസ്റ്റും ചരിയും ജോബും ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്താണെങ്കിലും ഒരു പുതുമയാണ്. ഡെഫിനറ്റ് ഹിന്ദിയിൽ ഒരു സിനിമയുണ്ട് കാണ്ടെ എന്ന് പറയുന്നത്, അമിതാഭ് ബച്ചനും സുനിൽ അക്കേലി ഒക്കെ അഭിനയിച്ചു. അപ്പം അത് ഇതുപോലെ തന്നെ ഒരു അതൊരു മൾട്ടിസ്റ്റാർ സിനിമയാണ്. ഇതുപോലെ തന്നെ ഒരു ബാങ്ക് അതിലേക്ക് വരുന്നവരനുസരിച്ച് ആൾക്കാർ അപ്പൊ അതുമായിട്ട് അതിന്റെ അകത്തൊക്കെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥയാണോ അദ്ദേഹം? അല്ല, ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ പ്രൊജക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഒരു റൈറ്ററായ പ്രശാന്ത് എൻ്റെ അടുത്തൊരു ഈ പത്രവാർത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പത്രവാർത്തയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിലൊരു സിനിമയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ 3 പേരും ചേർന്ന് ഇത് ഒരു കഥ രൂപപ്പെടുത്തി. അപ്പം ദിനേശ് സപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ആരെ ഇതിൽ അഭിനയിപ്പിക്കാമെന്ന് ആലോചിച്ച സമയത്ത് ധ്യാനിന്റെ അടുത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞ് ധ്യാനിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞപ്പോൾ ധ്യാനിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് പ്രൊജക്ട് ഉണ്ടാകുന്നത്. അത് ബേസിക്കലി മറ്റ് സിനിമകളിൽ നിന്നും വന്നല്ല, ബേസിക്കലി ആ പത്രവാർത്തയിൽ നിന്ന് തന്നെ ഒരുപാട് തരത്തിലുള്ള തോട്ടുകൾ ആലോചിക്കുമല്ലോ. അപ്പൊ ഒരു ലൈനിൽ ആ തോട്ട് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന പോലെ ഒരു നോട്ടാണ്. ആ നോട്ടിൽ നിന്നാണ്
കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ടോ ആ ഒരു ഇത് അഭിനയിക്കുന്ന സമയത്ത് ഇതിനുശേഷം ആരും വിളിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ റെസ്പോൺസിബിൾ ആവും? സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്ന വലിയ സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പുറത്ത് സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഡൈഹാർഡ് കണ്ടിട്ടാണ് അതുവഴി സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, ഈ ക്രൈം ബേസ്ഡ് സിനിമകളൊക്കെ ഈ ധൂമൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറെ ഹേസ്റ്റുകളെ ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ദൃശ്യത്തിന്റെ മോഡൽ കൊലപാതകങ്ങളെ പറ്റി നമുക്കറിയാം. ഇങ്ങനത്തെ ക്രൈം സിനിമകൾ ജീവിതത്തിന് ഈ റിയാലിറ്റിയിൽ ഒരു സാധ്യത ഉണ്ടാവുമോ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് വേണ്ടില്ല, പൊതുവിൽ ശ്രീനിവാസൻ അങ്ങനെ ചിന്തിച്ചു? പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ? അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ? ആ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്മോക്കിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ലേ, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാട് നിന്നൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ബസ്റ്ററാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാർ സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ബുദ്ധിമുട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്, ഒരു ഇന്റർവെല്ലിൽ ഒരു പഞ്ച് വേണം, സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തോടെ അതിനെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഡിസ്ലേക്ക് ഉണ്ട്. ആ ഒരു ഫോർമുലയിലാണ് ഒട്ടുമിക്ക ത്രില്ലർ സിനിമകളും വരുന്നത്. അപ്പം അതിന്റെ ഒരു ചുവട് പിടിച്ച് ഒരു 90% സിനിമകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു ഫോർമുല തന്നെ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ സിനിമയൊക്കെ ഡെഫിനറ്റായിട്ടും ആ ഫോർമുല ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഒത്തിരി. അപ്പൊ ആ രീതിയിൽ ആ ഫോർമുല തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കറക്റ്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവെൽ അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സാധനം ആക്കുന്നത്. എനിക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ നമുക്കല്ലേ, നമുക്കാണ് കൊണ്ടുവരുന്നത്. പുറത്തുള്ള സിനിമകൾക്ക് അവര് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ ഇന്റർവെൽ ഇറക്കി വിടുന്ന പരിപാടി. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ അതൊരു മാൻഡേറ്ററി ഫോർമുലയായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം, കറക്റ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു എലിവേഷൻ. പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്തെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഫിൽ ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ അങ്ങനെ ഫോർമുലയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന നായക നടന്മാരിൽ ഇപ്പൊ ധ്യാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ, നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമില്? നിലവില് കുറെ പടമുണ്ട്. ഇപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ ഇവിടെ, പിന്നെ ഓമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളിലും അത്യാവശ്യത്തെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. 10 വർഷം കൂടെ ഇങ്ങനെ പോകും. 10 പോകും, കുറച്ച് വർഷം പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ മാറ്റേഴ്സ്. ഇത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നല്ല മനുഷ്യനായിട്ട് അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ സംവിധാനമൊക്കെ ചെയ്യുന്നത്, അഭിനയിച്ച് പണം ഉണ്ടാക്കേണ്ട സമയമല്ലേ, നീ സിനിമ സംവിധാനം ചെയ്ത് ഭയങ്കര തെറ്റായ തീരുമാനമായി പോയി. അപ്പൊ അത് അതിപ്പോ ചോദിക്കാനുള്ള കാര്യം അല്ല, അത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ നമുക്ക് ചോദിച്ചല്ല. രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്കാം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഉടനെ ഒന്നും അങ്ങനെ പോകണ്ട. കാര്യം അറിയാലോ, സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം.
അപ്പൊ ദീപാഞ്ജലി നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ്. ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പിന്നീട് ഒരു സമയം ഉണ്ടാവും, അങ്ങനെ പറഞ്ഞേ. എന്നിട്ട് ധ്യാനത്തിന് നോട്ടം കൂടെ അതെ അതെ, ഒരു ഓണത്തിലാണ് ഞങ്ങൾ രണ്ടുപേരുടെ സിനിമകൾ വന്നത്. അതെ എനിക്കറിയാം. അഭിനയിക്കുന്ന സിനിമകളൊന്നും ഗ്യാപ്പ് എടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് 2027-ലോ 2027-ലോ ഒക്കെ എത്തും. അടുത്ത വർഷം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിൽ സംവിധാനം ചെയ്യാൻ വേണ്ടിയിരിക്കും. അടുത്ത വർഷം അവസാനമൊക്കെ ഇങ്ങനെ നായകൻ ഒരാളെ മനസ്സിലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും അടുത്ത ഇത്രയും പേരുടെ ഒരു സെറ്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും മൊത്തത്തിൽ സെറ്റിന്റെ ഒരു വൈബ് നമ്മുടെ ആക്ടിങ്ങിനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ചെയ്തു പാർട്ട്നേഴ്സിൽ ഈ ഇരിക്കുന്ന മികച്ച നടന്മാർ കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് മാത്രമേ എടുത്തിച്ചേരാൻ സാധിച്ചുള്ളൂ, എന്റെ ഭാഗ്യം. നായിക സാധന ടൈറ്റസ് ആണ്. ദേവികി രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ നീരജ എസ് ദാസ്. ഇത് മലയാളത്തിലെ എൻ്റെ 3ാമത്തെ ചിത്രമാണ്. മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം. മമ്മൂക്ക, ഷാൻ ചേട്ടൻ, അങ്ങനെ വലിയൊരു എൻട്രി ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത്. അതെ, ദിനേശ് ചേട്ടൻ ഉണ്ടായിരുന്നു. സോറി, ഇല്ല മറക്കില്ല, ഒന്നും മറക്കില്ല. അതിനുശേഷം ഇര എന്ന മൂവിയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു. ഇന്ററാക്ട് ചെയ്യരുത്. അങ്ങനെ പാർട്ട്നേഴ്സിൽ വന്നിരിക്കുകയാണ്. ഇതില് 5 കഥാപാത്രങ്ങൾ. സഞ്ജു ശിവറാം, അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റിൽ ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ്. അത് സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം. സെറ്റിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ധ്യാൻചന്ദ്രനെ കണ്ടപ്പോൾ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മൾ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം, കാര്യം ഇതൊരു ഓൺ സ്ക്രീനിൽ വരുമ്പോൾ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ, എങ്ങനെയാണ് നേരിട്ടെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതല്ല എനിവേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ നേരിട്ട് തന്നെ കാണുമ്പോൾ അദ്ദേഹം അതുപോലെയൊക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറായി മാറുന്നില്ല. നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ടും. ഇപ്പൊ സഞ്ജയനാണെങ്കിലും അത് അനീഷേട്ടനാണെങ്കിലും അതുപോലെ തന്നെ സോറി റോണിച്ചേട്ടനായിട്ട് എനിക്ക് സെയിം ഉണ്ടായിരുന്നില്ല. പിന്നെ ഷാൻചേട്ടൻ ഞങ്ങൾ ഓൾറെഡി പിന്നെ എന്താ പറയാ മാസ്റ്റർ പീസിൽ നല്ലൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ നല്ലൊരു വൈബാണ് ത്രൂഔട്ട് എനിക്ക് സെറ്റിൽ ലഭിച്ചത്. പിന്നെന്താ പറയാ, പിന്നെ അതുപോലെ തന്നെ നവീൻ ചേട്ടൻ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായ തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും. പിന്നീട് എന്താ പറയാ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു. വലിയൊരു അസോസിയേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പ്രിയദർശനെയും ലാൽസാറിനെയും ഒക്കെ ഓർമ്മ വന്നത് അവിടെ അംഗീകാരമായിട്ട്. അപ്പോൾ പ്രിയദർശൻ സാർ ഈ സിനിമ കണ്ടതായിട്ട് അതുകൊണ്ടോ എന്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷത്തെ പറ്റി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? കണ്ടു എന്നെനിക്കറിയാം. ഞങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല. കണ്ടു എന്നറിയാം. കല്യാണി ആ സിനിമയിലുണ്ടല്ലോ. പിന്നല്ല ഇപ്പോഴും ആ ഒരു സൗഹൃദം വളരെ ഭംഗിയായി പോകുന്നതായിട്ട് എനിക്കറിയാം. ശ്രീനിവാസൻ സാറും ലാൽ സാറും പ്രിയ സാറും തമ്മിലുള്ളൊരു റാപ്പോ ഇപ്പോഴും ഉണ്ട്. എല്ലാ സിനിമകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. ഈ സിനിമയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞില്ല. അറിവുണ്ട്, നന്നായിട്ടറിയാം. ഇപ്പം അതല്ലല്ലോ. ശ്രീനിവാസൻ സാറിന്റെ എഴുത്തിലേക്ക് ഒരു മോഹൻലാൽ സിനിമ ഇല്ലേ? ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ ചിലപ്പോ വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാനെന്നെ അറിയല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ അപ്പുവായിട്ട്
അവർ തന്നെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംസാരം വന്നിട്ടുണ്ടോ? ഞങ്ങള് തമ്മിലുള്ള ഉണ്ട്. ഇല്ല, അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പൂ പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല ഒന്നും. അപ്പോ മലയാള സിനിമ ഒന്നും അധികം ഇല്ല. അതിനെക്കുറിച്ച് അപ്പൂന് യാതൊരു ഐഡിയ പോലും ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും രാജേട്ടനോട് ഒരു ഇന്റർവ്യൂ എങ്കിലും ഇരിക്കണമെന്നുള്ള ആഗ്രഹമാണ് തോന്നുന്നു. ഇത്രയും പേര് പറഞ്ഞു രാജേട്ടനോട് ഒരു ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് രാജേട്ടൻ എന്നൊരു ആക്ടറിനേക്കാൾ ഒരു ഇന്റർവ്യൂ എന്ന ലെവലിലേക്ക് എന്താ പറയുക, ഒരു സ്റ്റാർ എന്ന ലെവലിലോട്ട് നിൽക്കുന്നവരുടെ ഇന്റർവ്യൂല് മാത്രം ഒതുങ്ങി നിന്നാൽ മതി എന്നാണോ? അപ്പൊ ജാൻചേട്ടന്റെ വാല്യൂ ഉണ്ടല്ലോ, അത്ര എനിക്കല്ലോ. അപ്പൊ ഇന്റർവ്യൂ ജാൻചേട്ടൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഓണാവും, അല്ലെങ്കിൽ അത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ള ലെവലിലോട്ടാണ് നിൽക്കുന്നത് ജാൻചേട്ടൻ. കണ്ടന്റ് ഒക്കെ തീരാറായോ നമ്മള്. ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാൽ മാത്രമേ നമുക്കൊക്കെ ഗ്രോത്ത് ഉള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യന്മാർ, ക്രിയേറ്റേഴ്സ്. അപ്പം ഇതിന് സിനിമയാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ ഒരു ഒരു ഇതിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കോ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സിനിമയില്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നമ്മളില്ല. അപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളിൽ ഗഗനചാരി എന്ന് പറഞ്ഞൊരു പടം, അതൊരു സൈഫൈ കോമിക് സറ്ററിക്കൽ ഫിലിമാണ്. അപ്പം അത് നല്ല രീതിയിൽ വർക്കൗട്ടായി. വർക്കൗട്ട് കണ്ടായിരുന്നു. അത് നമ്മുടെ ചന്തു, നമ്മുടെ സുഹൃത്താണ്. തിര, തട്ടത്തിൻമറയത്തിന്റെ ഒക്കെ സ്റ്റിൽസും ഡിസൈൻ, ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്തുവാണ്. ചന്തു നമ്മുടെ ഏറ്റവും അടുത്ത, അവന്റെ സായനാവാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ജോബിലൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഇന്ന് ഇറങ്ങി. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വേറിട്ടൊരു സിനിമയാണെന്ന് പറയുന്നത്. ഒറ്റ സിനിമയില് അത് റിസ്ക് ആണ്, എന്നാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളൊക്കെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് പരിപാടി തള്ളി വിടാം. ആണോ? ചെയ്തു. ഓക്കെ. അതൊന്ന് ഇത് നല്ല സിനിമയാണെങ്കിൽ അതൊന്ന് അതിനൊന്ന് കുഞ്ഞു സിനിമയല്ലേ, കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും ഇൻഡസ്ട്രിക്ക്. പറയാൻ പറ്റില്ല, കാരണം എല്ലാം ജോണറിസ്റ്റിക് ആയ സിനിമകളാണ്, ഫോർമലായിട്ടുള്ള സിനിമകളാണ്. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോൾ തിയേറ്ററാണ്. പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേഷ്യോ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ആവറേജ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഹൈ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ റേഷ്യോ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. സക്സസ് ഫെയിലിയർ ഇതിന്റെ ക്വാളിറ്റി വ്യത്യാസം, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റീനെ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിനിടയിൽ വരുന്ന പല സിനിമകളും. അപ്പോൾ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനറിന്റെയും മെയിൻ സ്ട്രീം സിനിമകൾ ഒഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിനും പ്രൊഡക്ഷൻ ഹൗസസിൽ നിന്നും ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും രീതിയിൽ അല്ലെ. ഭാവന സ്റ്റുഡിയോസ്, പരവാർ പിക്ചേഴ്സ് അല്ലെങ്കിൽ എല്ലാം മമ്മൂട്ടി കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ. നമ്മളിപ്പോ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് ഒരു അവസ്ഥയാണ്. കാരണം ഇന്നിപ്പോ ഗഗനചാരിയുടെ കേസ് പറഞ്ഞ പോലെ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇന്ന് റിലീസായെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അത് എത്തിയിട്ടില്ല ആ സിനിമ ആൾക്കാരിലേക്കൊന്നും. അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാർ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ്, ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് വരുന്നു. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി, ബിക്കോസ് അതിനനുസരിച്ചുള്ള ഫണ്ടിങ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വ്യത്യാസമുണ്ട്. തിയേറ്റർ ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ ഒരു പീരീഡ് ഓഫ് ഒരു സമയം അല്ലെങ്കിൽ ഒരു എറ എന്നൊക്കെ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ 80s എന്നല്ലേ നമ്മൾ പറയണം അല്ലേ. ഇപ്പൊ അങ്ങനെ പറയാനായിട്ടില്ല. ഇതൊരു 3 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൂമാണ്. അപ്പം ഇനിയിപ്പോ ഫോളോയിങ് മന്ത്സ് ഭയങ്കരമായിട്ട് പടം കയറി കൊടുത്തി. പക്ഷെ അന്ന് അതുപോലെ തന്നെ പടങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല. എന്ന് വെച്ചാല് ഒരു പടം ഇറങ്ങി കൃത്യമായിട്ട് ധ്യാനം പറഞ്ഞ തന്നെ നമ്മുടെ തുമാനത്തുമ്പോഴൊന്നും വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല. ഒരു കുറച്ചൊരു സ്പേസ് കൊടുത്ത പടത്തിന് ആള് വരാനുള്ള ഒരു ടൈം തിയേറ്ററുകാരും കൊടുക്കണം.
അപ്പോഴേക്കും എൻ്റെ മിനിമം കളക്ഷൻ ഹോൾഡ് ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട് അവരും അപ്പോൾ അടുത്ത പടത്തിനെ കയറ്റുകയാണ്. കാരണം മിനിമം ഗ്യാരണ്ടി ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തെ ആയി അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയെന്ന് പറഞ്ഞിട്ട് അവരൊന്ന് മാറ്റിയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ നിങ്ങൾ നല്ല അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലും ആൾക്കാരത് വിഷ്ണു പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10 പേര് കയറും. ആ 10 പിന്നെ 100 ആക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് നിങ്ങൾ എല്ലാം കൂടി ഇരിക്കുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഒരു മഞ്ഞുമൽ ബോയ്സും ആവേശവും അതുപോലെ തന്നെ വലിയ ബാനറിന്റെ സിനിമകളല്ലാതെ ഇപ്പൊ എനിക്ക് 5 പോക്കനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ചൊക്കെ തിയേറ്റർ ഹോൾഡ് ചെയ്തൊരു സിനിമ എനിക്ക് തോന്നിയിരുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു ചെമ്മഞ്ചാട്ട പടം തന്നെ ലുക്കും അഭിനയിച്ചു ആ പടം നന്നായിട്ട്. അതുപോലെ തന്നെ ഒരു 8-10 പടം ആയി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും. ബാക്കിയുള്ളതൊക്കെ ഹൈ റേഞ്ച് സിനിമകളാണ്. അപ്പൊ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ബഡ്ജറ്റ് കൂടുതലുള്ള പ്രേമലും നെസ്സെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും അല്ലേ ആവശ്യത്തിനുണ്ട്. ഇപ്പൊ വേർഡ് ഓഫ് മൗത്ത് കൊണ്ടൊരു സിനിമ കയറി വരുമ്പോഴേക്കും വേർഡ് ഓഫ് മൗത്ത് കൊണ്ടൊരു സിനിമ ഇന്നിപ്പോ അതിനെ പറ്റി നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ കുറച്ച് പേര് അതിനെ പറ്റി പറയുമ്പോൾ അതൊന്ന് കയറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്കും ഒരു 5-6 റിലീസ് വരും. നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട്, അതുകൊണ്ട് അതിനോടൊപ്പം കൽക്കി വരുന്നു. അപ്പൊ ഇന്ന് 21-ാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ. അപ്പം ഈ വീക്ക് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് കയറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പം റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സമയത്ത് അതിനെ പോലെ അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട്. തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് ചെയ്ത് വരുന്നു. അപ്പം ഇന്നിപ്പോ ഗഗനനിൽ ഇറങ്ങിയ അഭിപ്രായമുണ്ട്. പക്ഷേ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തിയേറ്ററിൽ അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് കൽക്കി വരുമ്പോൾ ഇന്ത്യ സിനിമ അല്ലെങ്കിൽ അന്യഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലെ ഒരു വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോകും. ഓ ഞാനോ അത് എന്നോട് മാത്രം പറഞ്ഞാൽ മതി. ഇവരൊക്കെ എണ്ണം കുറച്ച് അതാണ് ആക്ടേഴ്സിന്റെ കാര്യം പറയണ്ട. പ്രൊഡ്യൂസർ വന്നു, ഒരു ഡയറക്ടർ ഉണ്ടായി, അതിനുശേഷം വരുന്ന ഒരു എലമെന്റാണ് ആക്ടർ എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാനോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്രയും സിനിമ ലഭിക്കുന്നത് പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും സിനിമകൾ വരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡിസിഷനാണ്. നമ്മൾ ഡിസൈഡ് ചെയ്തത് ഞാൻ എന്തൊരു സിനിമ ചെയ്യുന്നത് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സിനിമകൾ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയണോ അത് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ വേറൊരാളെ ചെയ്യും. ഡെഫിനറ്റ്ലി അല്ല ഞാൻ പറഞ്ഞത് അതൊരു നമുക്കൊരു ഡിസിഷൻ എടുത്തിട്ടപ്പോൾ നമ്മളാരും ഡിസിഷൻ എടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അത് സംഭവിക്കുമായിരിക്കും സംഭവിക്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത്. പക്ഷെ ചിലപ്പോൾ അതിനൊക്കെ പല സ്പേസുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ 150ഓളം സിനിമകൾ എക്കാലത്ത് നമ്മൾ പറയുമ്പോൾ മലയാള സിനിമയിൽ ഇത്ര ഹിറ്റുകൾ കഴിഞ്ഞ വർഷം 5 ഹിറ്റ് ഉണ്ടായിരുന്നു, 10 ഹിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചെറുപ്പകാലം പോലെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് അന്നും കേട്ടിട്ടുള്ളതാണ് ആകെ ഈ വർഷം പ്രൊഡ്യൂസറിന്റെ ലാഭം ഉണ്ടായ സിനിമ ഇത്ര സിനിമകൾ മാത്രമേ. അതെപ്പോഴും ആ റേഷ്യോ 10 to 20% നിൽക്കുന്നത്. അതിൽ കൂടുതൽ സിനിമകൾ വരും ഡെഫിനറ്റ്ലി. കാരണം അതിന്റെ ഒരു ബിഗർ പിക്ചർ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒത്തിരി വല്ല. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇത്ര കോടികൾ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വരും. അപ്പോൾ സിനിമയിലേക്ക് നമ്മൾ ആക്ടേഴ്സ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും അതിലൊരു ഭയങ്കര റോസി പിക്ചർ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അത്രയും പേർക്കുള്ള സ്പേസ് പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന അത്രയും പേർക്ക് വളരെയധികം സ്ട്രഗിളും ഫേസ് ചെയ്ത് വരികയാണ്. അതൊന്നും നമ്മുടെ ഡിസിഷനൊന്നും അല്ല. നമ്മൾ ചെയ്യുന്നു, അത് ഒരിക്കലും ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ അതങ്ങനെ വർക്കൗട്ട് ആവും. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവും.